ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവമക്കളെ, ഓസാന, ദാവീദിന്റെ പുത്രന് ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓസാന. സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണത്, ഭൂമിയുടെ പ്രാർത്ഥനയുമാത്. സ്വർഗത്തിൽ നിന്ന് വാനമേഘങ്ങളിൽ രാജാതിരാജനായി എഴുന്നള്ളി വരുന്ന രാജാവിനെ കണ്ടുകൊണ്ട് മാലാഖമാര് പ്രാർത്ഥിക്കുന്നതാണ്. ഇതാ ഭൂമിയിലെ ജനം രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. മാലാഖമാരും മനുഷ്യരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ദൈവാനുഭവങ്ങളുമാണ് ഈ വലിയ ആഴ്ചയിൽ വിശുദ്ധ വാരത്തിൽ നമുക്കുള്ളത്. രക്ഷകൻ വളരെ അടുത്തായിരിക്കുക. ദാവീദിന്റെ പുത്രൻ ഓസാന, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുവോളം സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനമല്ലേ ഇത്. പറയുവോളം സങ്കീർത്തന പുസ്തകത്തിൽ 118:26 നമ്മൾ വായിക്കുന്ന സങ്കീർത്തന ഭാഗമാണ്. ദൈവമക്കളെ, ഇനി ദൈവവചനങ്ങളുടെ ആഴ്ചയാണ്. ഇനി ദൈവിക പ്രവൃത്തികളുടെ ആഴ്ചയാണ്. മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തമ്പുരാൻ കർത്താവ് ഇതാ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുക. ജനം ഇളകി വശായി. ദൈവങ്ങളൊരു വലിയ പ്രതീക്ഷയാണ്. സംതിങ് അൺനോൺ, സംതിങ് വെരി സ്പെഷ്യൽ ഈസ് ഹാപ്പനിങ്. ഒന്നും അറിയത്തില്ല, ചരിത്രത്തിൽ നിന്നല്ല നമുക്കറിയാം ഓശാനയ്ക്ക് നടക്കുന്നതെന്ന്. ആ മക്കൾക്കൊന്നും അറിയത്തില്ല, എന്താ സംഭവിക്കാൻ പോകുന്നറിയില്ല. ഇതാ അവൻ കഴുതപ്പുറത്താണ് വരുന്നത്, കഴുതക്കുട്ടിയുടെ പുറത്താണ് വരുന്നത്. ജെറൂസലേമിൽ വന്നിരിക്കുന്നതൊക്കെ പെസഹാ തിരുനാൾ ആഘോഷിക്കാൻ വന്നവരാ. അവർ ഞെട്ടിപ്പോയി. ഇത് സെഫാനിയ പ്രവാചകനൊക്കെ പറയുന്ന, ഇത് സക്രിയ പ്രവാചകനൊക്കെ പറയുന്ന അതേ സംഭവം തന്നെയല്ലേ. ജെറൂസലേം പുത്രി ആനന്ദിക്കുക, ഇതാ നിന്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും ഒക്കെ പുറത്തു വരുന്നു എന്ന് പറയുമ്പം മിശിഹ വരികയാണ്. ജനം അത്ഭുത സ്തബ്ധരായി തീരുക. കുർബാനയിൽ അച്ഛൻ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ കുറച്ച് മനുഷ്യരെങ്കിലും അറിയാതെ വാവിട്ട് നിലവിളിക്കാറില്ലേ എന്ന് പറയുന്നത് പോലത്തെ ഒരു അനുഭവം. ഇതാ മിശിഹ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാ രാജാതിരാജാവ് പ്രത്യക്ഷപ്പെട്ടി. ജനം അറിയാതെ അവർ മേൽവസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ, വഴിയിൽ വിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോസ്റ്റ് സ്ക്രിപ്റ്റ് ഇല്ല, സംവിധായകനില്ലതിന്. അത് ആത്മാവായി ഇതിന് സംവിധായകൻ, പരിശുദ്ധാത്മാവ് സംവിധാനം ചെയ്യുക. പുറം വസ്ത്രങ്ങൾ, ഇനി കർത്താവ് ഞങ്ങളെ പുറം വസ്ത്രമാകാൻ പോവുക. ജനങ്ങളെ ചാടി കൊമ്പുകൾ ഓടിക്കാൻ തുടങ്ങി. അവർ കൊമ്പുകൾ ഉയർത്തി. കാരണം സങ്കീർത്തകൻ പറയുന്നുണ്ട്, കൊമ്പുകൾ ഉയർത്തി അൾത്താരയിലേക്ക് പ്രദക്ഷിണം ചെയ്യുവൻ. ഇതാ ജനം കൊമ്പുകൾ ഉയർത്താ, പുത്തൻ നാമ്പുകൾ. അറിയാതെ ആത്മാവ് അടുത്ത കാര്യം പറഞ്ഞു കൊടുത്തു. ഇതൊരു പുതിയ കാര്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ് കേട്ടോ. അവർ പുതിയ കൊമ്പുകൾ ഉയർത്തുക. അവർ ആഞ്ഞു വീശാൻ തുടങ്ങി, അവർ പാടാൻ തുടങ്ങി. ചരിത്രം ഇനി ഒരിക്കലും മറക്കാത്തൊരു പാട്ട് അവർ പാടി. ഓസാന, ഈശന് സതതം ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന. മാലാഖമാര് പാടിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് ഈശോ ജനിച്ചപ്പം മാലാഖമാര് പാട്ടുപാടി കേൾപ്പിച്ചെങ്കിൽ ഭൂമിയിലെ മനുഷ്യര് മാലാഖമാരെ പാട്ടുപാടി കേൾപ്പിച്ച ഒരു ദിവസമായത്. പ്രദക്ഷിണം മുമ്പോട്ട് പോവുക. ജനം ആർത്ത് ഉല്ലസിച്ച് ആനന്ദിച്ച് ഏകദേശം 20 ലക്ഷത്തോളം മനുഷ്യര് ജെറൂസലേമിൽ പെസഹാ തിരുനാളിന് വരുന്നു എന്നൊക്കെയാണല്ലോ കണക്കുകൾ പറയണത്. 20 ലക്ഷം മനുഷ്യരൊന്ന് ആലോചിച്ച്, ഒരു ജനസാഗരത്തിന്റെ മുമ്പില് ഒരു രാജാവായിട്ട് അവനാണ് സെന്റർ. കഴുതപ്പുറത്ത് വരുന്നവനാ സെന്റർ. കഴുത സമാധാനത്തിന്റെ ചിഹ്നമാണ്. കഴുതപ്പുറത്ത് വരുന്ന രാജാവ് സമാധാന രാജന. അവൻ ഒരു ജനതയുടെ മുഴുവൻ, ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചോ, ലോക ജനത മുഴുവൻ അവന്റെ പിന്നാലെ വരുന്നൊരു കാഴ്ച ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ലോകത്തിലെ മുഴുവൻ ദേശാന്തരങ്ങളിലുള്ള മുഴുവൻ യഹൂദരും വന്നുകൂടിയിരിക്കുക. രാജ്യങ്ങളെല്ലാം കൂടെ ഈ രാജാവിന്റെ പിന്നാലെ വരുന്നെന്ന് പറയുമ്പോൾ
ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലായില്ലേ? നമ്മൾ ഓലയെടുത്ത് അത് ചുരുക്കിക്കളയുക പലപ്പോഴും. പക്ഷെ അതിനപ്പുറത്ത് നിന്റെ പിന്നാലെ ഇത് ആഫ്രിക്കക്കാരനുണ്ട്, അതിൻ്റെ പിന്നാലെ യൂറോപ്യൻ പുറകെ നടന്നു വരുന്നുണ്ട്, അതിന് പിന്നാലെ ഇത് അമേരിക്കക്കാരും. സത്യമല്ലേ? നമ്മൾ ഇന്ത്യയിലെ ഓലയെടുത്ത് ആ ഓലയുമായിട്ട് പതുക്കെ മുന്നോട്ട് പോയി കഴിയുമ്പം ഗൾഫ് രാജ്യത്തുള്ളവർ ഓലയെടുത്ത് അവർ പതുക്കെ നടക്കാൻ തുടങ്ങുക. അവർ നടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ യൂറോപ്പിലുള്ളവർ എഴുന്നേറ്റ് അവർ ഓലയെടുത്ത് നടക്കാൻ തുടങ്ങുക. കുറച്ച് കഴിയുമ്പോഴേക്കും അമേരിക്കയിലുള്ളവർ ഓലയെടുത്ത് നടക്കാൻ പോവുക. അവർ മുലിവിൻ കൊമ്പ്. അതേ മക്കളെ, ഈ ദിവസം മുഴുവൻ മറക്കല്ല്, ഈ ഓശാന ദിവസം മുഴുവൻ ഈ ഭൂമിയുടെ ഈ അറൗണ്ട് ദ ഗ്ലോബ് ഇങ്ങനെ ഓശാന പാടിക്കൊണ്ടിരിക്കുക. ഓശാന പാട്ടിൻ്റെ ഈ ദിവസം ലോകം മുഴുവൻ എന്ന കർത്താവിനെ സ്വീകരിക്കുക. അവൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയാണ് സർപ്രൈസ് കിടക്കുന്നത്. അവന് ഇടതോട്ട് തിരിയാം, വലതോട്ട് തിരിയാം. ഒരു വശത്തേക്ക് തിരിഞ്ഞാൽ രാജകൊട്ടാരത്തിലേക്ക്, വേറൊരു വശത്തേക്ക് തിരിഞ്ഞാൽ ദേവാലയത്തിലേക്ക്. യേശു എങ്ങോട്ട് പോകും? എനിക്കും നിങ്ങൾക്കും അറിയാം യേശു എങ്ങോട്ട് പോകുമെന്ന്. അവർ വിചാരിച്ചു അവൻ നേരെ രാജകൊട്ടാരത്തിലേക്ക് വരും. കാരണം റോമാക്കാർ ചവിട്ടിത്തേക്കുന്ന എല്ലാം തകർന്നു കിടക്കുന്ന ഒരു രാജ്യ ഭരണത്തിൻ്റെ കാലത്ത് തമ്പുരാൻ കർത്താവ് ഇത് ദേവാലയത്തിലേക്ക് പോവുക. ഒരു വലിയ ആത്മീയ രഹസ്യം കർത്താവ് പഠിപ്പിക്കുക. നിന്റെ ആത്മാവ് സുഖപ്പെടുമ്പോൾ നിന്റെ ഭൗതികത സുഖപ്പെടും. നിന്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ ഭൗതിക ജീവിതം. യേശുനാമത്തില ഈ വലിയ ആഴ്ചയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ആത്മാവിന്റെ കാര്യങ്ങൾ, നിന്റെ ആത്മീയ ജീവിതങ്ങൾ നീ ക്രമപ്പെടുത്ത്, ദൈവം നിന്റെ ബാക്കി കാര്യങ്ങൾ ക്രമപ്പെടുത്തും. ദേവാലയത്തിലേക്ക് കയറുക കർത്താവ്. ഇതാ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവർ മാത്രമല്ല, മുടന്തന്മാരുണ്ട്, അന്ധന്മാരുണ്ട്, ചെകിടന്മാരുണ്ട്, രോഗികളുണ്ട്. കയറാൻ പാടില്ല ദേവാലയത്തിൽ, അവരൊന്നും കയറാൻ പാടില്ല. ഇതാ ജനം മുഴുവൻ ആർത്തലച്ച് ദേവാലയത്തിലേക്ക്. ദേവാലയം ആദ്യമായിട്ട് ചെകിടനും മൂകനും അന്ധനും ഒക്കെയായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ വീണ്ടും പ്രവചനങ്ങളുടെ ഇവൻ മിശിഹ വരുമ്പോൾ അന്ധന്റെ കണ്ണ് തുറക്കും, മിശിഹ വരുമ്പം ചെകിടന്റെ കാത് തുറക്കും. മിശിഹ വരുമ്പോ മിശിഹ വന്നിരിക്കുക. ഒരു വലിയ വിപ്ലവം. അവൻ ദേവാലയത്തിലേക്ക് കയറുന്നു. ദൈവമക്കളെ, തിരുവചനം വളരെ മനോഹരമല്ലേ? അവൻ ആ ദേവാലയത്തിൽ, പിന്നീട് അവനാണ് ആ ദേവാലയത്തിലെ കർത്താവ്. മക്കളെ, ഈ പെസഹ ആഴ്ച ആരംഭിക്കുമ്പോൾ, ഈ ഓശാന ഞായറാഴ്ച, അവൻ രാജാവാകുക, അവൻ കർത്താവാകുക. ഈശോ പറഞ്ഞു, നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ കല്ലും മണ്ണും തൂണും എന്നെ സ്വീകരിക്കും. വേണ്ട കർത്താവെ, ഞാൻ റെഡിയാ. ഈ വർഷം നിന്നെ സ്വീകരിക്കാൻ ഞാനുണ്ട്. ഞാൻ കുരുത്തോല എടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പുതുനാമ്പുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുക, എൻ്റെ കൂടെ എൻ്റെ രക്ഷകൻ വരുന്ന നിമിഷങ്ങളാ. കർത്താവെ, വിശുദ്ധകരം ഉയർത്തണമേ കർത്താവെ. എൻ്റെ മേൽവസ്ത്രം അങ്ങയുടെ വഴിയിൽ ഞാൻ ഊരിയിടുന്നു. കർത്താവെ, ഇതാ ഒരു ഇളം നാമ്പെടുത്ത് ഞാനും പാടുക. ഓസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അത്യുന്നതൻ, ഉന്നതങ്ങളിൽ ഓസാന. കർത്താവെ, ഓസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമെന്ന ചങ്കിലെ നൊമ്പരമാണ് കർത്താവെ. ഞങ്ങളുടെ മനസ്സിൻ്റെ നിലവിളിയാണ്. ജീവിതത്തിൽ വല്ലാതെ പതറിപ്പോകുന്ന, വീണു പോകുന്ന എൻ്റെ കരച്ചിലാണ്, എൻ്റെ നിലവിളിയാണ്. ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു പ്രാർത്ഥന ഞാൻ പറയട്ടെ. ഓസാന, എന്നെ രക്ഷിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അന്ന് രാജാവ് പോകുമ്പോൾ രാജാവിനെ ചുമക്കുന്ന ഭടന്മാർ പറയാറുണ്ടായിരുന്നു, ഓസാന, രാജാവെ രക്ഷിക്ക്, അങ്ങ് ഞങ്ങളുടെ രാജാവാണ്, മഹത്വത്തിന്റെ രാജാവാണ്, കൃപയുടെ രാജാവാണ്. ഇത് അങ്ങേക്ക് വേണ്ടി വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. ഓ കർത്താവെ, ഞങ്ങളുടെ ഹൃദയവാതിലുകൾ മലർക്കെ തുറന്നിടാൻ അങ്ങ് കടന്നു വരണമേ. അങ്ങയെ ഞങ്ങളൊന്ന് കാണട്ടെ, അങ്ങയോടൊപ്പം ഞങ്ങളൊന്ന് നൃത്തം ചെയ്യട്ടെ. അങ്ങയുടെ സൗഖ്യം കർത്താവെ, ദേവാലയത്തിലെത്തിയപ്പോൾ അവരെയെല്ലാം അങ്ങ് സുഖപ്പെടുത്തിയതുപോലെ ഈ വലിയ ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നിന്റെ മക്കളെ സുഖപ്പെടുത്തണേ. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ, തകർച്ചകൾ, ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ, ഷോയെ നീ എല്ലാവരുടെയും കർത്താവ്, നീ എല്ലാവരുടെയും ദൈവം. ആരും നഷ്ടപ്പെടില്ല കർത്താവെ, ആരും നഷ്ടപ്പെടില്ല. അന്ന് ആ ജനം മുഴുവൻ, ലക്ഷക്കണക്കിന് മക്കൾ ഇതിൻ്റെ പിന്നാലെ വന്ന പോലെ ലോകം മുഴുവൻ ഇതാ അങ്ങയുടെ പിന്നാലെ. അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓശാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധവാരത്തിൻ്റെ ധ്യാനങ്ങളിലേക്ക് ഓരോ ദിവസവും നമുക്ക് കൂടുതലായി പ്രവേശിക്കാം. അവനോടൊപ്പം നമുക്കായിരിക്കാം.
ആമേൻ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ